ഹലോ, ഹായ്. ഇന്ന് എനിക്കൊരു എൻഗേജ്മെൻറ്റ് വർക്കുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ കുട്ടിയാണ് മീനു. അവൾ രാവിലെ 8 മണിയായപ്പോഴത്തേക്ക് എത്തി. ഇവിടെ നല്ല മഴയാണ്. അങ്ങനെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് മേക്കപ്പ് തുടങ്ങി. പയ്യൻ ഗൾഫിലായതുകൊണ്ട് പയ്യൻ്റെ വീട്ടുകാർ മാത്രമേ എൻഗേജ്മെൻറ്റിന് വരുന്നുള്ളൂ. അപ്പോൾ ഇവൾ ആ കാര്യമൊക്കെ പറഞ്ഞ് ചെറുതായിട്ടൊരു മേക്കപ്പൊക്കെ മതി ചേച്ചി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവൾക്ക് ഫേസ് ചെറിയൊരു മേക്കപ്പും വേണം, തലയും കെട്ടണം. ഇതാണ് അവൾ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ആ പരിപാടിയിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ട്യൂബ് മിന്നുകയും ചെയ്യുന്നുണ്ട്. കറണ്ട് പോകുമോ എന്നൊക്കെ പേടിച്ച്, പക്ഷേ പോയില്ല. ട്യൂബ് അടിച്ച് പോയതാണ്. പിന്നെ ട്യൂബ് ചേട്ടൻ വന്ന് മാറ്റി. ഇന്നലെ കല്യാണം റിസപ്ഷനൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായിരുന്നത്. രാവിലെ നിന്ന് നിപ്പിലൊക്കെ അടുത്തേട് ഓടിയത്. കമ്മൽ പോലും ഇടാൻ മറന്നുപോയി. എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടി താഴെ വീണതാണ്. താഴെയല്ല, മേശപ്പുറത്ത് തന്നെ. സാധനങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് നിരങ്ങി വന്ന് വീണു. എനിക്ക് വീഡിയോ എടുത്ത് തരാനൊന്നും ആരുമില്ല. ഞാൻ അവിടെ കൊണ്ടുവച്ച് ചാരി വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ ഐലാഷൊക്കെ എടുത്തുകൊണ്ട് വന്ന് സൈഡൊക്കെ കട്ട് ചെയ്തു ഗമ്മൊക്കെ തേക്കുകയാണ്. അതിനുശേഷം മുടി സെറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. 2 സെക്ഷൻ എടുത്തിട്ട് ഫ്രണ്ട് ഭാഗം മാത്രം പ്രിൻ്റ് ചെയ്തെടുത്തിട്ട് ബാക്ക് കോംബ് ചെയ്ത് ഇട്ടിട്ടാണ് നമ്മൾ ഹെയർ സെറ്റ് ചെയ്യുന്നത്. അവൾ എന്നൊരു മോഡൽ കാണിച്ചായിരുന്നു. ആ മോഡൽ തന്നെയാണ് തലയിട്ട് കൊടുക്കുന്നത്. ലാസ്റ്റ് കാണിച്ചു തരാം. ഇനി ബാക്ക് കോംബ് ചെയ്തെടുക്കുകയാണ്. ഫുള്ള് ബാക്ക് കോംബ് ചെയ്ത് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് എടുത്ത ശേഷമാണ് മുടി സെറ്റ് ചെയ്യുന്നത്. ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അവൾ പറഞ്ഞ് ഫ്രണ്ട് ഭാഗം ലൈൻസ് എടുത്ത് തരണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ലൈൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി പോർഷൻ ഞങ്ങൾ അഴിച്ചിടാൻ തീരുമാനിച്ചു. കേളൊന്നും ചെയ്തില്ല. ഉള്ളു കുറവുള്ള മുടിയായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് കോംബ് ചെയ്ത് നല്ല ഉള്ളുള്ള പോലെ ആക്കി എടുക്കുകയാണ് ചെയ്തത്. അവൾ പൂവൊന്നും വേണ്ട എന്ന് വിചാരിച്ചെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നോക്കിയപ്പം ആ ഡ്രസ്സിൻ്റെ കളർ ഫ്ലവറും കിട്ടിയില്ല. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു ജസ്റ്റ് പൂ കിട്ടുമെങ്കിൽ കുറച്ച് ജസ്റ്റ് ആ പിൻ ചെയ്ത ഭാഗം മാത്രം വയ്ക്കാമെന്ന്. അങ്ങനെ പിന്നെ നമ്മൾ താഴത്തെ പൂക്കട ചെന്ന് വെച്ചപ്പോൾ അവിടെ പൂവൊന്നുമില്ല. പിന്നെ അവൾ ആരെയോ വിളിച്ച് പൂവൊക്കെ ആക്കി 100 രൂപയുടെ പൂ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ വരും. വന്നു കഴിഞ്ഞാൽ അവിടെ ഇവിടെ സെറ്റ് ചെയ്താൽ അപ്പോൾ ഹെയറിൻ്റെ പരിപാടി കഴിയും. നമ്മൾ പൂവിന് വിളിക്കുകയാണ്.
നല്ല ഓർണമെൻറ്റ്സ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ ഡ്രസ്സിന് നല്ല മാച്ചായിരുന്നു. അതാണ് ഫൈനൽ ലുക്ക്. അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവൾ പറഞ്ഞ കണക്ക് തന്നെ ചെയ്തു എന്ന് അവൾ പറഞ്ഞു. അവൾ വിചാരിച്ചേക്കാട്ടിലും നന്നായി എന്നാണ് അവൾ പറഞ്ഞത്. അവൾ ഇവിടെ ഷോപ്പിന് തൊട്ടടുത്തൊരു മുത്തൂറ്റുണ്ടായിരുന്നു, അവിടെയായിരുന്നു വർക്ക് ചെയ്യുന്നത്. അന്ന് മുതൽ ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു. പിന്നെ അവൾ ഇവിടെ നിന്നൊക്കെ പോയതിന് ശേഷം പിന്നെ എൻഗേജ്മെൻ്റ് ആയപ്പോഴാണ് എന്നെ വിളിക്കുന്നത്. എൻ്റെ നമ്പർ ഉണ്ടായിരുന്നു, പക്ഷേ അതെങ്ങനെയോ പോയി. പിന്നെ ഞാൻ മീനുവാണ് ചേച്ചി, മുത്തൂറ്റിൽ നിന്നാ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അങ്ങനെ എന്തായാലും ആളിന് ഇഷ്ടപ്പെട്ടു. അവസാനം ഞാൻ ലാസ്റ്റ് കുറേ ഫോട്ടോ കൂടെ അതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ബാക്കിൽ നമ്മൾ പൂ വെച്ചത്. പിന്നെ ഫേസ് കുറച്ച് ഫോട്ടോ അവൾക്കും പോവാനും അത്യാവശ്യമായി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ടാറ്റ. ഓക്കെ, ബൈ ബൈ.